നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് മൈദ എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ വീതം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, കുറച്ച് അയമോദവും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി 15 മിനിറ്റ് സമയമെങ്കിലും റെസ്റ്റിനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം കടുക്, മല്ലി, ജീരകം, പെരിഞ്ജീരകം, ഗ്രീൻ ചില്ലീസ്, കുറച്ച് മട്ടറും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചപ്പാത്തിക്ക് പരത്തണ പോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പല്ല, ചെറുതായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 സൈഡിലും മസാല, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ അങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓരോ സൈഡും മടക്കിയെടുക്കുമ്പോൾ ഇത്തിരി വെള്ളം കയ്യിൽ തൊട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ലോക്ക് ആവുകയും ചെയ്യും. എണ്ണയിലിടുമ്പോൾ ഇനി ഓപ്പണായി പോവുമെന്നുള്ള ടെൻഷനും വേണ്ട. അതുപോലെ മൂന്നാമത്തെ സൈഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ചൂടായി കിടക്കുന്ന എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് സമയം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള സമോസ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.